റസൂലുള്ളാഹിന്റെ ഒരനുഭവം നോക്കൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനവർകൾ മക്കയിലേക്ക് വന്നതാണോ എന്നറിയില്ല, മക്കയിൽ ആ സംഭവം പറയുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ റജുലുൻ ഇല നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഅദീഹി അലാ ജാരിഹി. തന്റെ അയൽവാസിയുടെ അന്യായം പറയാൻ, ശല്യം പറയാൻ, കേസ് പറയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നു. വരുന്നത് കേസ് പറയാൻ അയൽവാസിനെ. അദ്ദേഹം റുക്നുൽ യമാനിയുടെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടക്കുള്ള സ്ഥലത്തിരിക്കുകയാണ്. കഅബയുടെ സമീപത്താണ്. അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങ് മുന്നിട്ട് വരുന്നു. കേസ് പറയാൻ ചെന്ന ആള് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. പക്ഷേ നബി തങ്ങളെ കാണുമ്പോൾ മഖാം ഇബ്രാഹിമിങ്കൽ ശുഭ്രവസ്ത്രധാരിയായ ഒരു വലിയ മനുഷ്യനുമായി മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നിന്ന് സംസാരിക്കുകയാണ്, അഭിമുഖമായി നിന്ന് സംസാരിക്കുകയാണ്. ജനാസ നിസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് വെക്കുന്ന സ്ഥലത്താണ് നബിയും ഈ ശുഭ്രവസ്ത്രധാരിയും സംസാരിക്കുന്നത്. നൃത്തം നീണ്ടു ഈ നൃത്തം പോയപ്പോ ഈ വന്ന ആൾക്ക് അല്ലാഹുവിന്റെ റസൂലിനിക്ക് ഈ നൃത്തം നിൽക്കുന്നത് കണ്ടപ്പോ വല്ലാതെ നബിയെ ഇക്കോലം നിർത്തുന്ന സഹോദരനാർ സുഹൃത്താറെന്ന് കരുതി എനിക്ക് പാവം തോന്നി, കരുണ തോന്നി, പ്രയാസം തോന്നി എന്ന് ചെന്നാള് പറയാണ്. അത്രത്തോളം നിന്നു. ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം പിരിഞ്ഞ ശേഷം കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഇദ്ദേഹം പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മനിർ റജുലുൽ ലദീ റഅയ്തു മഅക മുഖാമിമക അലൈഹി സൗബുൻ ബി മനിർ റജുലുൽ ലദീ റഅയ്തു മഅക മുഖാമിമക. അങ്ങയോട് അഭിമുഖമായി സംസാരിച്ചുകൊണ്ട് കടാക്കടയിൽ നിന്ന് ഒപ്പം നിന്ന് സംസാരിക്കുന്ന ആളാര്? ഒരത്ഭുതാണല്ലോ. അതവും മര്യാദയിലും നബിന്റെ മുമ്പിലിരിക്കുന്നതേ സ്വഹാബാക്കൾ അവർ കണ്ടിട്ടുള്ളൂ. ഇത് നബിയുടെ കടാകടയിൽ നിന്നിട്ട് നബിയെ പോലെ തുല്യനായി നിന്നിട്ട് സംസാരിക്കുന്നു. വെളുത്ത വസ്ത്രധാരിയാണ്. ഇതാര് എന്ന് ചോദിച്ചു. അല്ലാണ്ട് റസൂൽ പറഞ്ഞു, അവക്കത് റായിത്ത, നീ കണ്ടല്ലേ, നീ അയാളെ കണ്ടല്ലേ? അനനാം, ഞാൻ കണ്ടു. ഖാല റഅയ്ത ഖൈറൻ കസീറാ, ഇദൻ നീ നല്ല കോളടിച്ചടോ, വമ്പൻ നേട്ടം നിനക്ക് കിട്ടി. അത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. ജിബ്രീലിനെ കാണാൻ കഴിഞ്ഞല്ലേ? മനുഷ്യരൂപത്തിൽ വന്നതാണെങ്കിലും മറ്റാരും കാണാത്ത ആ അവസ്ഥയിൽ എന്നോട് സംസാരിക്കുന്ന ജിബ്രീലിനെ നിനക്ക് കാണാൻ കഴിഞ്ഞല്ലേ? നീ വലിയ ഭാഗ്യവാനാണ്. പക്ഷേ ഇത്രയും നേരം എന്തിനാണ് നബി അദ്ദേഹം നിർത്തിയതെന്ന് പറയുമ്പോ നബി തങ്ങൾ പറയുന്നത്, ഇത്രയും സമയം ഒരേ കാര്യമാണ് ജിബ്രീൽ എന്നെ ഉപദേശിച്ചു കൊണ്ടിരുന്നത്, എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് പകർന്നുകൊണ്ടിരുന്നത്. ഒരേ കാര്യം, അയൽവാസിയുടെ കാര്യം, അയൽവാസിയുടെ ഹക്കും കടപ്പാടും പറഞ്ഞാണ് ഇത്രയും സമയം ജിബ്രീൽ എന്നെ പഠിപ്പിച്ചതും ധൈര്യപ്പെടുത്തിയതും. മരിച്ചിട്ട് അനന്തര സ്വത്ത് വരെ കുടുംബക്കാരെ പോലെ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരും. അള്ളപ്പം നിയമമാക്കും. ജിബ്രീൽ ആ നിയമവുമായാ വന്നത് എന്നു ഞാൻ ധരിച്ചുപോയി. ഉമ്മവാപ്പാന്മാരെ പോലെ, മക്കളെ പോലെ, സ്വന്തം കുടുംബത്തെ പോലെ അവർക്ക് അനന്തര സ്വത്ത് വിഹിതം ഖുർആൻ നിശ്ചയിച്ചതുപോലെ ആ വിധത്തിലുള്ള കുടുംബ ബന്ധത്തിന്റെ പേരിലുള്ള മീറാത്ത് പോലെ അയൽവാസിക്ക് കുടുംബ സ്വത്തിൽ പോലും മരിച്ചിട്ട് അവകാശം നിശ്ചയിക്കോന്ന് പേടിച്ചു. അത്ര വലിയ ഉപദേശം. കേസരാമ്പന്ന ആള് അങ്ങ് ആകെ പൊന്നച്ചു. അയൽവാസിനെ കുറിച്ച് കേസരാനല്ലേ ഈ ചെല്ലുന്നത്? ഇതായിരുന്നു അവിടെ ലക്ഷ്യം. അദ്ദേഹം കേസ് പറയാതെ തിരിച്ചു വന്നു. അള്ളാഹുവിന്റെ റസൂല് കേസ് പറഞ്ഞ ഒരാളെ 2-3 തവണ മടക്കി അയച്ചു. അതൊക്കെ അയൽവാസിയിലുള്ളൂ. സഹിക്കടോ പൊറുക്കടോ, കേസ് വരാൻ നിൽക്കടോ, സഹിക്കടോ പൊറുക്കടോ. വല്ലാതെ സഹികെട്ടിട്ടാണ് അദ്ദേഹം എന്ന് പറയുന്നത് തോന്നിയിട്ട് 3 പ്രാവശ്യം കഴിഞ്ഞപ്പോ 4ാം തവണ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പോടോ ക്ഷമിക്കടോ, പുണ്യമുണ്ടടോ. പലവട്ടം പറഞ്ഞു. 2-3 പ്രാവശ്യം തിരിച്ചയച്ച് പിറ്റത്തെ പ്രാവശ്യം വന്നപ്പോഴും ഈ അയൽവാസിയുടെ ചെറു തന്നെ പറഞ്ഞപ്പോ നബിക്ക് ബോധ്യപ്പെട്ടു, ശരിയാണ്, ആ അയൽവാസി വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. ഇയാള് ശല്യം പൊറുക്കാച്ചിട്ടായി പറയുന്നത്. ഒരുവിധ ആളാണെങ്കിൽ
അള്ളാന്റെ റസൂല് ഇസ്ബിർ എന്ന് പറഞ്ഞാൽ ഒരു സ്വഹാബിക്ക് പിന്നെ കോള് കിട്ടിയമായില്ല, ഏറിയാ പിന്നെ മരിക്കല്ലുള്ളൂ. റസൂലുള്ള പോയി ക്ഷമിക്കണോ, അതാണ് ഖൈർ, അതാണ് ഗുണം, അതിനെനിക്ക് നേട്ടമാണെന്ന് നബി എന്ന് പറഞ്ഞു കിട്ടിയാൽ സ്വഹാബിക്ക് ഏറ്റവും വലിയ സമ്മാനം കിട്ടിയ മാതിരിയാ. ഇത് 2-3 തവണ കൊടുത്തിട്ടും ഇയാള് പിന്നെ നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോ നബിക്ക് മനസ്സിലായി ഇയാള് വല്ലാത്ത ശല്യമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞ്, ഞാനൊരു സൂത്രം പറയാം, നീ നിന്റെ വീട്ടിലെ വീട്ടുപകരണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുള്ള വീട്ടിൽ എന്നിട്ട് അവിടെ കുത്തിരുന്നോ. ചോദിക്കുന്നവര് മുഴുവൻ ചോദിക്കുമ്പോ നീ കാര്യം പറഞ്ഞോളാ, വീട്ടിൽ കുത്തിരിക്കാൻ അയക്കണല്ലേ ചെന്നാൽ അയൽവാസി എന്നെ വീട്ടിൽ കുത്തിരിക്കാൻ അയക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞോളാ. നബിയുടെ സൂത്രമാണ്. ബസ്സാർ, അബൂദാവൂദ്, ഹാക്കിം, തൊബറാനി ഇവരൊക്കെ നിവേദനം ചെയ്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഇതാണ് വിദ്യ, വീട്ടിലെ ചെറുക്കും സാധനമൊക്കെ പുറത്ത് കിട്ടുകുത്തിരിക്കുക. അപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കും, ഇതെന്താ ഈ ചങ്ങായി കുടി കുത്തിരിക്കാൻ അയക്കണില്ല, പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ വിചാരിച്ചു. അപ്പൊ കേൾക്കുന്നവരൊക്കെ ഇതെന്ത് ഹരണം, നീ ശപിക്ക്, അയൽവാസന ശല്യം ചെയ്യുന്ന ആള് ശപിക്ക് എന്ന് വാർക്കാൻ തുടങ്ങി. ശല്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇയാള് സ്വഹാബിയാണ്, റസൂലുള്ളാന്റെ അനുയായിയാണ്, വിശ്വാസിയാണ്. അല്ലാഹുമ്മൽ അൻഹു എന്ന് പറയുന്ന അയാൾക്ക് സഹിക്കൂല, പൊറുക്കൂല. അദ്ദേഹം അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. ഫജാഅ റജുൽ, അന്യായം പറയപ്പെട്ട ആള് റസൂലുള്ളാന്റെ മുമ്പിൽ വന്നു. ഫഖാൽ യാ റസൂലല്ലാഹ് ലഖീതു മിനന്നാസ്, മനുഷ്യന്മാരിൽ നിന്ന് എന്താണോ എനിക്ക് കിട്ടണേ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, വമാ ലഖീത മിൻഹും, എന്താടാ കിട്ടണേ, എന്താടാ കിട്ടാൻ? അദ്ദേഹം പറഞ്ഞു, യൽഅനൂനനി, കണ്ട മനുഷ്യന്മാരൊക്കെ എന്നെ ശപിക്കുന്നു, അള്ളാഹു എന്നെ റഹ്മത്തിനെ തൊട്ട് ദൂരീകരിക്കട്ടെ എന്ന് വിശ്വാസികളൊക്കെ പ്രാർത്ഥിക്കുന്നു. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, ലഅനക്കല്ലാഹു ഖബലന്നാസ്, മനുഷ്യന്മാരെ മുമ്പ് അള്ളാഹ് ശപിച്ചടോ നിന്നെ. അള്ളാന്റെ ശാപം നിനക്കുണ്ടായത് കൊണ്ടാണ് മനുഷ്യൻ മുഴുവൻ നിന്നെ ശപിച്ചത്. അതുകൊണ്ട് മനുഷ്യന്മാര് ശപിക്കാൻ ഇടയാക്കിയ കാരണത്തിൽ നിന്ന് മാറണം. നബിക്ക് കാര്യം ബോധ്യപ്പെട്ടു. നബി പറഞ്ഞു കൊടുത്ത വിദ്യയാണിത്, അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ലാ അഊദ്, ഇനി ഞാൻ മടങ്ങൂല, വല്ലാഹ്, അള്ളാഹുവാണ്, ഇനി ഞാനത് ചെയ്യൂല നബിയെ, അയൽവാസിയെ ശല്യം ചെയ്യൂല. അള്ളാന്റെ റസൂൽ ആളെ വിളിച്ചു, ഞാൻ എന്റെ സാധനമൊക്കെ എടുത്തിട്ട് വീട്ടിൽ തന്നെ വെക്ക്, ഇനി മേലാല് ചെയ്യൂല എന്ന് അയാൾ പറയുന്നിട്ട് വിശ്വാസിയാണ്, അതുകൊണ്ട് നീ വിശ്വസിച്ചോ എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഇയാള് 2-3 പ്രാവശ്യം അന്യായം വന്നിട്ട് മടക്കിയച്ചു ആ ജാതി ശല്യത്തിന്. അപ്പൊ ശല്യം സഹിക്കുകയും വളരെ വിഷമങ്ങൾ സഹിക്കുകയും വേണം. അങ്ങോട്ട് ശല്യം ചെയ്യാതിരിക്കൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. കബീറത്താണ്. കബായറുകളും വൻദോഷങ്ങളും എണ്ണുന്ന കൂട്ടത്തിൽ വളരെ ഗൗരവത്തിൽ എണ്ണിയിട്ടുള്ള എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞതിന്റെ തേട്ടമെന്ന് പറഞ്ഞിട്ടുള്ള ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കുറ്റമാണ് അങ്ങോട്ട് ഉപദ്രവിക്കൽ. ഉപദ്രവിക്കൽ പോട്ടെ, ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കണം, കടപ്പാട് പോരാ. അങ്ങോട്ട് നല്ല നിലയ്ക്ക് പെരുമാറണം, മൃദുലമായി പെരുമാറണം, സ്നേഹമസൃണമായി പെരുമാറണം. ഈ പെരുമാറ്റം കിട്ടാത്തതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്യുമ്പോൾ അയൽവാസികളുടെ തുണിക്കോന്തല പിടിച്ചിട്ട് തൂങ്ങിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അന്യായം പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആദ്യമായി 2 ആളുകൾ കൂടിയിട്ട് കേസുന്നയിക്കുന്നത് അയൽവാസിയും തമ്മിലുള്ള കേസായിരിക്കുമെന്നും, ഈ അയൽവാസി എന്നെ ശല്യപ്പെടുത്തി അല്ലാ, ഈ അയൽവാസി എന്നെ ഉപദ്രവിച്ചു അല്ലാ, ഈ അയൽവാസി എന്നെ വീട്ടിലിരിക്കാൻ അനുവദിച്ചില്ല അല്ലാ, ഈ അന്യായമാണ്. 2 വ്യക്തികൾ തമ്മിൽ ഉന്നയിക്കപ്പെടുന്ന കേസുകളിൽ ആദ്യത്തെ കേസെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ കൂട്ടത്തിൽ നബി തങ്ങൾ പറയാ, കമ്മിർജാരിൻ മുതഅല്ലിഖുൻ ബിജാരിഹി യഖൂൽ യാ റബ്ബി സൽ ഹാദാ ലിമാ ഗലത അന്നി ബാബാ വമനഅനി ഫദ്ലാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഖിയാമത്ത് നാളിൽ ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്ന മഹ്ശറിൽ, പടച്ചോനെ ഇതാ എന്റെ അയൽവാസി, നീ ചോദിച്ചു നോക്ക്, ഞാൻ തിടുങ്ങിയിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടി ചോദിച്ചപ്പോ ഞാൻ ചെല്ലുന്നത് കണ്ടോണ്ടോ എന്റെ വാതിലടച്ചു എനിക്കെതിരെ. അവന്റെ വീട്ടിൽ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതുണ്ടെന്നറിഞ്ഞിട്ട് അവൻ ഞാൻ ചോദിച്ചിട്ട് ആ മിച്ചമുള്ളത് എനിക്ക് തന്നില്ല. ഇത് അയൽവാസിയാണ്. നീയാണ് എന്നെ പരീക്ഷിച്ചത്,
നീയാണ് അയാൾക്ക് കൊടുത്തത്, അയാൾക്ക് കൊടുത്തവനും നീ, എനിക്ക് തരാത്തവനും നീ. തരാത്ത ഞാൻ കുടുങ്ങി ബുദ്ധിമുട്ടിയിട്ട് ചോദിക്കാൻ അന്നേരം ബുദ്ധിമുട്ടിച്ചെന്നതാണ്. പക്ഷേ നീ കൊടുത്തു പരീക്ഷിച്ചവൻ എന്നെ കൂട്ടാക്കിയില്ല, എനിക്ക് നേരെ വാതിലടച്ചു കളഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എനിക്ക് മിച്ചമുള്ളതും തന്നില്ല. നീ ഇവനോട് ചോദിക്കണമെന്ന് അള്ളാന്റെ റസൂല് പറയുന്നു. ഈ അയൽവാസിയെ കുറിച്ച് കേസ് പറയുമ്പോ അവനെയാണ് അള്ളാഹു ആദ്യം വിചാരണ ചെയ്ത് ശിക്ഷിച്ചിട്ട് നരകത്തിലേക്ക് വിടുവാൻ അള്ളാഹുവിന്റെ ഓർഡർ വരുന്നതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇത് ഉപദ്രവം ചെയ്തീനല്ല, ഇഹ്സാൻ ചെയ്യാത്തീന, അങ്ങോട്ട് ഗുണം